സ്വദേശി രാജശേഖരൻ നായർ. ആലുവ UC കോളേജിലെ കുട്ടികളും അധ്യാപകരും രാജൻ ചേട്ടാ എന്ന് സ്നേഹത്തോടെ വിളിക്കും. കഴിഞ്ഞ 5 പതിറ്റാണ്ടിനിടെ പഠിക്കാനും പഠിപ്പിക്കാനുമെല്ലാം ക്യാമ്പസിലെത്തിയവർക്ക് സ്നേഹത്തോടെ രുചി വിളമ്പിയിരുന്നത് ഇദ്ദേഹമാണ്. 50 വർഷം നീണ്ട സേവനത്തിനൊടുവിൽ രാജൻ ചേട്ടൻ UC കോളേജിനോട് വിട പറയുകയാണ്. അച്ഛന്റെ മരണത്തെ തുടർന്നുണ്ടായ ദാരിദ്ര്യമാണ് 13-ാം വയസ്സിൽ രാജൻ ചേട്ടനെ UC ക്യാമ്പസിലേക്ക് എത്തിച്ചത്. ഞാൻ ആദ്യം അച്ഛൻ മരിച്ചപ്പോൾ ഈ കുട്ടികളെ കുടുംബം നോക്കാൻ ആളുണ്ടായില്ല. അപ്പോൾ ഞാൻ നമ്മുടെ തോമസ് ബേക്കറിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്തത്. തോമസ് ബേക്കറിയിൽ അങ്ങനെ നിന്നപ്പോൾ ഇവിടുത്തെ ക്യാൻറ്റീൻ നടത്താൻ നമ്മുടെ നാട്ടുകാരായിരുന്നു, ജോലിക്കാർ നമ്മുടെ നാട്ടുകാരായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചു, ഞാൻ വന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് സൗഹൃദമായി. 13-14 വയസ്സിൽ വന്ന 50 കഴിഞ്ഞു. എൻ്റെ വീട് തോന്നിയകാവ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എൻ്റെ കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഇവിടെ അല്ല, സ്കൂളിൽ. വീട്ടിൽ അമ്മയച്ഛനൊക്കെ മരിച്ചു പോയി. പിന്നെ ഭാര്യ മക്കൾ 2 പേര്. മൂത്തവൻ കല്യാണം കഴിച്ചു. പിന്നെ മൂത്തവൻ ഇവിടെ ജോലിയുണ്ട്. രാജൻ ചേട്ടന്റെ ബാല്യവും കൗമാരവും യൗവനവുമെല്ലാം കോളേജ് ക്യാമ്പസിനകത്തായിരുന്നെങ്കിലും പഠിച്ചത് 5-ാം ക്ലാസ് വരെ മാത്രം. പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അനുഭവങ്ങളാണ് അറിവെന്നും സൗഹൃദങ്ങളാണ് സമ്പാദ്യമെന്നും രാജൻ ചേട്ടൻ വിശ്വസിക്കുന്നു. എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാഹചര്യം മോശമായതിൻ്റെ പേരിൽ നടന്നില്ല. പിന്നെ ഇവരൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കണമെന്ന്. രാജൻ ചേട്ടന്റെ കൈപുണ്യത്തെക്കുറിച്ച് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം ഒരേ അഭിപ്രായമാണ്. എന്താണ് ആ രുചിക്കൂട്ടെന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ: എല്ലാവരും സ്നേഹം. ഞാൻ ആരെയും മുഷിപ്പിക്കാറില്ല. ഒക്കെ ചിരിച്ച് വർത്താനം പറയുള്ളൂ. സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹമുള്ള ഈ ചിരിച്ച് കാണിച്ച് കഴിഞ്ഞാൽ തന്നെ സ്നേഹമായില്ല. ശരിയാണ് ഏറ്റവും വലിയ സ്നേഹം. പിന്നെ നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെട്ട ചില എല്ലാ ആൾക്കാരും സ്നേഹിക്കുമല്ലോ. വിദ്യാർത്ഥികളായി UCയിലെത്തി ഇന്ന് സിനിമയിലും രാഷ്ട്രീയത്തിലുമൊക്കെ പ്രവർത്തിക്കുന്ന പലരും രാജൻ ചേട്ടൻ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ആരാധകരാണ്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ജൂഡോ ആൻ്റണി, മാത്തേക്കുട്ടി, മിഥുൻ, പിന്നെ ദിലീപ്, പിന്നെ സൈനുദ്ദീൻ പഠിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ട്. മരിച്ചുപോയി സൈനുദ്ദീൻ, റഹ്മാൻ, കലാഭവൻ റഹ്മാൻ, ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. ഇന്നും ഈ വഴി കടന്നു പോകുമ്പോൾ ഒരു കപ്പ് കാപ്പിയെങ്കിലും കുടിച്ച് കുശലാന്വേഷണം നടത്താൻ അവരെല്ലാം ഇവിടെ എത്താറുമുണ്ട്. ക്യാൻറ്റീനിലെ ആ ഒരു രുചിയെക്കുറിച്ചുള്ള ഓർമ്മയിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ആളാണ് രാജൻ ചേട്ടൻ. അധ്യാപകരും വിദ്യാർത്ഥികളെല്ലാം ഒരുപോലെ അദ്ദേഹത്തെ രാജൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. UC കോളേജിൽ പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ കോളേജ് സന്ദർശിച്ച് അധ്യാപകരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ക്യാൻറ്റീനിൽ ചെല്ലുക, ഒരു ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടാണ്. ആ ചായ കുടിയുടെ സന്ദർഭത്തിൽ അവർ തീർച്ചയായിട്ടും ചോദിക്കും, രാജൻ ചേട്ടൻ എന്ത് പറയുന്നു, രാജൻ ചേട്ടനെ കാണണം എന്നൊക്കെ പറഞ്ഞ് രാജൻ ചേട്ടനെ കാണാൻ വേണ്ടി തന്നെ പലപ്പോഴും ബാലേന്ദ്രൻ ചുള്ളിക്കാടൊക്കെ എൻ്റെ ഒപ്പം തന്നെ രാജൻ ചേട്ടനെ കാണാനായിട്ട് ക്യാൻറ്റീനിലേക്ക് നടന്നു പോയത് എനിക്ക് ഓർമ്മയുണ്ട്. രാജൻ ചേട്ടൻ്റെ കൈകൊണ്ട് തയ്യാറാക്കുന്ന അവിയലൊക്കെ ഞങ്ങൾ ഈ കോളേജിൻ്റെ ക്യാൻറ്റീനിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കടന്നു വരുന്ന ഒന്നാണ്. ഇപ്പോൾ ദീർഘകാലത്തെ ഒരു സേവനത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പം കോളേജ് രാജൻ ചേട്ടനോട് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഏതാണ്ടൊരു 10 വർഷമൊക്കെ മുമ്പാണ് അദ്ദേഹം പുതിയ വീട് വെച്ച്. ആ സമയത്ത് കോളേജ് സമൂഹം
മുഴുവനായും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകി എല്ലാ കാര്യത്തിലും പണമായിട്ടും ഗാർഹികോപകരണങ്ങളുമായിട്ടൊക്കെ തന്ന് അദ്ദേഹത്തോടുള്ള സ്നേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല കോളേജും രാജേട്ടൻ തമ്മിലുള്ള സ്നേഹം. അദ്ദേഹത്തിൻ്റെ മകൻ രാഹുൽ രാജ് ഇവിടെ 8 വർഷമായിട്ട് ഇവിടെ സ്ഥിര ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളായിട്ട് ഇവിടെ ജോലിയിലുണ്ട്. ശരിക്കും അദ്ദേഹത്തിൻ്റെ കൈപുണ്യവും അദ്ദേഹത്തിൻ്റെ സ്നേഹവും സൗമ്യ മധുരമായിട്ടുള്ള പെരുമാറ്റ രീതികളുമാണ്. ഭക്ഷണം എന്ന് പറയുന്ന രുചിപ്രദമാകുന്ന ഭക്ഷണത്തിൻ്റെ രുചി കൊണ്ട് മാത്രമല്ല, അത് വിളമ്പി തരുന്നവരുടെ മനസ്സ്, അവരുടെ സന്തോഷം. ഈ കോളേജിനോട് ചേർന്ന് നിന്ന് കോളേജിനെ അറിഞ്ഞുകൊണ്ട് ജീവിച്ച ഒരാൾ പോകുന്നതിൻ്റെ നഷ്ടമാണ് നമുക്കുള്ളത്. കോളേജിൽ ഏറ്റവും കൂടുതൽ കാലം ചിലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് രാജൻ ചേട്ടനാണ്. അദ്ദേഹം പടിയിറങ്ങുമ്പോൾ യുസിക്ക് നഷ്ടമാകുന്നത് വെറുമൊരു ക്യാൻറ്റീൻ ജീവനക്കാരനെ മാത്രമല്ല. രാജേട്ടൻ ഞാനിപ്പോൾ 27 വർഷമായി. രാജേട്ടൻ എൻ്റെ അച്ഛൻ ഉള്ളപ്പോൾ തൊട്ട് ഉള്ള ആളാണ്. 50 വർഷമായി. ഇപ്പോൾ ഈ 74 വന്നു, ഇപ്പോൾ 24 രാജേട്ടൻ അന്ന് തൊട്ട് എൻ്റെ ചെറുപ്പം തൊട്ട്, അതിനു മുമ്പ് എനിക്കറിയാം. ഞാൻ ചെറുപ്പത്തിലൊക്കെ വരുമ്പോൾ കൂടെ രാജേട്ടനെ കാണാൻ. അന്ന് തൊട്ട് രാജേട്ടനാണ് മെയിനായിട്ട് ഇവിടെ കുക്ക് ചെയ്യണത്. അന്ന് തൊട്ട് ഇന്ന് വരെ രാജേട്ടൻ തന്നെയാണ്. പിന്നെ രാജേട്ടൻ ഇപ്പോൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. വെളുപ്പിനെ എണീച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷവും കൊണ്ടാണ് പോകുന്നത്, അല്ലാതെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതല്ല. പുള്ളി സ്വമനസാലെ പോണതാണ്. നഷ്ടം നമുക്ക് തിരുത്താൻ പറ്റുന്ന നഷ്ടമല്ല. ഇനി അങ്ങനെ ഒരു ആളെ കിട്ടുമെന്നുള്ള സംശയമാണ്. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഭക്ഷണമാണ് മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കുവാനായിട്ടും ബന്ധങ്ങൾ ഉറപ്പിക്കുവാനായിട്ടും സഹായിക്കുന്ന ഒരു ഘടകം ഭക്ഷണമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് കാരണം തീർച്ചയായിട്ടും നമ്മുടെ രാജൻചേട്ടൻ തന്നെയാണ്. അതുകൊണ്ട് ആ രാജൻചേട്ടൻ പോവാന്ന് പറയുന്നത് നമുക്ക് കോളേജിനുണ്ടാകുന്നത് വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് 5 വർഷമായി. പക്ഷേ രാജൻചേട്ടൻ ഏകദേശം 50 വർഷത്തോളം അടുക്കുന്നു UC കോളേജിൽ വന്നിട്ട്. അപ്പോൾ എനിക്ക് തന്നെ ഇപ്പം ക്യാമ്പസിൽ നിന്ന് പോകുമ്പോഴേ ഒരു വിഷമമാണ്. പോകാറായില്ല. അപ്പം രാജൻചേട്ടൻ ഇത്രയും നാളും ക്യാമ്പസിനെ അറിഞ്ഞ് പലതരത്തിലുള്ള പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് പ്രത്യേകിച്ച് ഈ ക്യാമ്പസിൽ പഠിക്കുന്നത്. സോ അവരെ എന്നും ഒന്നാക്കുന്ന UC എന്നുള്ളൊരു വികാരമാണ്. അപ്പം ആ ഒരു വികാരത്തിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ് രാജൻചേട്ടൻ എന്നുള്ളത്. അദ്ദേഹം ക്യാൻറ്റീനിൽ തന്നെയാണ് താമസം. കുട്ടികളെ അറിയുന്ന, കോളേജിനെ അറിയുന്ന, UCയുടെ എല്ലാ വൈബും മനസ്സിലാക്കിയ. കാരണം 104 വർഷത്തെ പാരമ്പര്യമുള്ളൊരു കോളേജിൽ 50 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ഉള്ളപ്പോൾ അദ്ദേഹത്തോളം UC അറിയുന്ന മറ്റൊരാൾ ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്. 5 പതിറ്റാണ്ട് കാലം തന്റെ നിശ്വാസമായിരുന്ന ക്യാമ്പസിനോട് വിട പറയുമ്പോൾ വീണ്ടും വരാം എന്ന വാക്ക് മാത്രമാണ് തന്നെ സ്നേഹിക്കുന്നവർക്കുള്ള രാജൻ ചേട്ടന്റെ ഉറപ്പ്. ഇവിടെ നിന്ന് പോകുന്നതിൽ സങ്കടമുണ്ട്. പിന്നെ ഇത്രയും പിള്ളേരായിട്ട് നമ്മൾ ബന്ധപ്പെട്ടാണല്ലോ. പിന്നെ എല്ലാവരും എന്നോട് കാണണം എന്ന് പറഞ്ഞു. കാണാം. ഞാൻ പറഞ്ഞു ഞാൻ പോയാലും വരും, എപ്പോഴായാലും കാണാമല്ലോ. മരണം വരെ ഒരാളെ മറക്കാൻ പറ്റില്ല. സങ്കടമുണ്ട് പോകാനായിട്ട്. സാഹചര്യം